സർക്കാരിൻ്റെ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയെപ്പറ്റി കുറ്റം പറയുന്നവർക്കുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുറേ നാളായി നമ്മൾ ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി, ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രയെ കുറിച്ചിട്ടുള്ള കുറ്റം പറച്ചിലുകൾ കേട്ടു തുടങ്ങിയിട്ട്. അപ്പം ചിലർ ചോദിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സൗജന്യ യാത്ര ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പ് ഇവിടെ മഹിളാ മോർച്ചക്കാർ കാട്ടിക്കൂട്ടിയ പ്രകടനങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ. ചിലർ വീഡിയോ ചെയ്ത് ചോദിക്കുന്നത് കേട്ടായിരുന്നു, സർക്കാരിനോട് ഈ ഒരു പദ്ധതിയുടെ ആവശ്യമുണ്ടോ, സൗജന്യ യാത്ര ആർക്ക് വേണം എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടായിരുന്നു. അപ്പം അവരൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് എവിടെ ഇരുന്നാണ്? കാറിൻ്റെ അകത്ത് ഡോറൊക്കെ അടിച്ച് സേഫായിട്ട് ഇരുന്നിട്ടാണ് ഈ ഒരു സൗജന്യ യാത്രയെ വിമർശിക്കുന്നത്. അപ്പം കാറൊന്നുമില്ലാത്ത കുറച്ച് സ്ത്രീകൾ എന്ന് തന്നെ വെച്ചു, കാരണം സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണല്ലോ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പദ്ധതി. അപ്പം ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണിത്. കാറുള്ളവർ കാറിനുള്ളിൽ സഞ്ചരിക്കുന്നവർ പുച്ഛിക്കും, പക്ഷെ കാറുള്ളവർ പോലും ഓസി അടിച്ചിട്ടാണ് പോണെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം. അപ്പം ഈ വിമർശിക്കുന്നവർ പോലും ഈ കാറുണ്ടായിട്ട് അതിനകത്ത് പെട്രോൾ അടിച്ച് പല യാത്രകളും ചെയ്യാതെ ബസ്സിനും ഒക്കെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അവരൊക്കെ ഓസിക്കാണ് പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇതൊന്നും സാധാരണക്കാരല്ല കേട്ടോ, അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉള്ള ആളുകളുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഇവരുടെ വണ്ടി വീട്ടിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ റോട്ടിലിട്ടുകൊണ്ട് ബസ്സിൽ കയറി പോകുന്ന എത്രയോ യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില പാവപ്പെട്ട സ്ത്രീകൾക്ക് ഈ ഒരു പദ്ധതി കൊണ്ട് വളരെ ഉപകാരമാണ്. അതായത് ഇത് കയ്യിൽ കാശുള്ള സ്ത്രീകളായാലും ഈ ഒരു സൗജന്യ യാത്ര ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഫ്രീ ആയിട്ടുള്ള യാത്രയല്ലേ. ഫ്രീ ആയിട്ട് ഒരുപാട് ദൂരം നമുക്ക് സൗജന്യ യാത്ര കിട്ടുമ്പോൾ അത് വേണ്ടാന്ന് വെക്കില്ലല്ലോ അല്ലേ. ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത്. ഇത് സർക്കാരിൻ്റെ 90 ദിവസത്തെ ട്രയലാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇതുകൊണ്ട് സർക്കാരിന് എന്തായാലും ഒരിക്കലും ലാഭം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യത്തിൽ സംശയവുമില്ല. ഇനി എത്രയാണ് നഷ്ടം എന്നുള്ള കണക്കുകളൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ ഒരു പദ്ധതി തുടരണമോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. അതുവരെ ഈ കുറ്റം പറയുന്ന നിങ്ങൾക്കും ഈ ഒരു സൗജന്യ യാത്ര ആസ്വദിക്കാട്ടോ. പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് കാറുള്ളവരോടും മഹിളാ മോർച്ചക്കാരോടും BJPക്കാരോടും ഒക്കെയാണ്. നിങ്ങൾക്കും ഈ സൗജന്യ യാത്ര ആസ്വദിക്കാം. അപ്പം എല്ലാവരും പ്രിയദർശിനി സൗജന്യ യാത്ര ആസ്വദിക്കുക. ഇത് സൗജന്യ യാത്ര എന്ന് കരുതി നിങ്ങൾ പുച്ഛിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ അവകാശമാണ്. സർക്കാർ നിങ്ങൾക്ക് തരുന്ന അവകാശമാണ് ഈ ഒരു പ്രിയദർശിനി സൗജന്യ യാത്ര. അപ്പം സർക്കാരിൻ്റെ സ്ത്രീകൾക്കുള്ള ഈ ഒരു പ്രിയദർശിനി സൗജന്യ യാത്രയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാർക്കും കമൻറ്റ് ചെയ്യാട്ടോ, ഇവിടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണോ അല്ലയോ എന്ന് നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. ചിലരുടെ കുറ്റം പറച്ചിൽ കാണുമ്പോണ്ടല്ലോ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയൂല. കാരണം എന്തിനും ഏതിനും പുച്ഛത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ കുറ്റം മാത്രം പറയാൻ വന്നിരിക്കുന്ന ചിലരുണ്ട്. പക്ഷേ ഈ ഒരു യാത്രയെക്കുറിച്ചിട്ട് BJPക്കാർ വരെ മഹിളാ മോർച്ചക്കാർ വരെ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് വാസ്തവം.